നല്ല കുരുമുളകൊക്കെ ഇട്ട് വരട്ടിയെടുത്തിട്ടുള്ള ബീഫ് റോസ്റ്റും പുട്ടും കഴിക്കാൻ ഒരു കൊതി തോന്നിയപ്പോൾ വാങ്ങിയിട്ട് അപ്പോൾ തന്നെ ഉണ്ടാക്കിയൊരു റെസിപ്പിയാണ്. എൻ്റെ അമ്മോ, ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. അത്രയും രുചിയാണ്. ഇനിയിപ്പം ബീഫ് കഴിക്കാത്തവരാണെങ്കിൽ മട്ടൻ ആണെങ്കിലും ചിക്കൻ ആണെങ്കിലും ഒക്കെ ഈ റെസിപ്പി വെച്ചിട്ട് അല്ലെങ്കിൽ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് ചെയ്താൽ മതി. വേവിൻ്റെ കാര്യത്തിൽ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ബീഫായതുകൊണ്ട് ലോ ഫ്ലെയിമിൽ 6 വിസിലാണ് ഞാൻ എടുത്തത്. അത് മൂപ്പ് നോക്കിയിട്ട് നിങ്ങൾ ചെയ്താൽ മതി. മട്ടൻ ആണെങ്കിലും ഏതാണ്ട് അതേ രീതിയിൽ തന്നെ. ചിക്കൻ ആണെങ്കിൽ കുക്കറിൽ വെക്കാത്തതാണ് നല്ലത്. കുക്കറിൽ വെച്ചിട്ട് ഒരു വിസിലൊക്കെ നമ്മൾ എടുത്തിട്ട് പിന്നെ വരട്ടിയെടുക്കുമ്പോൾ അത് നന്നായിട്ട് ഉടഞ്ഞു പോകും. അതുകൊണ്ട് കുക്കറല്ലാതെ വേറെ ഏതെങ്കിലും പാത്രത്തിൽ വെച്ചിട്ട് വറ്റിച്ചെടുക്കുന്നതായിരിക്കും ചിക്കൻ ആണെങ്കിൽ നല്ലത്. ഇത് നല്ല ഇതേ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ചെറിയുള്ളി ഇല്ലേ, കൊച്ചുള്ളി, അത് തന്നെ വേണം. ഒരു 30 എണ്ണം കയ്യിലെടുക്കണം കേട്ടോ. ഇതിപ്പം 1/2 കിലോ ബീഫിൻ്റെ അളവാണ് പറയുന്നത്. അപ്പോൾ അത് ആദ്യം എടുത്തിട്ട് ആ തൊലി കളഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പകുതി പണി കഴിഞ്ഞു. തൊലി ഒരുക്കാൻ പ്രയാസമാണെങ്കിൽ ഒരു 15 ചെറിയുള്ളിയും ബാക്കി ഒരു വലിയുള്ളിയും കൂടി എടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ബീഫ് കഴുകുമ്പോൾ നന്നായിട്ട് കഴുകണമല്ലോ. അതിൻ്റെ ആ ഒരു ഉളുമ്പ് മണമൊക്കെ മാറണമെങ്കിൽ ലാസ്റ്റ് വിനാഗിരി ഒഴിച്ചിട്ട് ഒന്ന് കഴുകിയാൽ മതി കേട്ടോ. അപ്പം ഒട്ടും തന്നെ ആ ഒരു ബാഡ് സ്മെല്ലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇപ്പം നമ്മുടെ മട്ടനൊക്കെ ആണെങ്കിലും ഇതേ രീതി ചെയ്താൽ മതി. ലാസ്റ്റ് ഒന്ന് വിനാഗിരി ഇട്ടിട്ട് ഒന്ന് കഴുകി കഴിഞ്ഞാൽ ആ ബ്ലഡിൻ്റെ അംശം മുഴുവനായിട്ട് പോകും. ഇതിപ്പം ബീഫിലൊന്നും അധികം ബ്ലഡിൻ്റെ അംശം ഉണ്ടാവില്ല, എന്നാലും നമുക്ക് ആ ഒരു സ്മെല്ല് ഒഴിവാക്കണമെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണാണ്, ടീസ്പൂണും ടേബിൾ സ്പൂണും മാറിപ്പോവണ്ട, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കുക. ഇനി വേണ്ടത് ടീസ്പൂണാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും ചേർക്കുക. ഇനി നമ്മുടെ വെളുത്തുള്ളിയുടെ ഒരു 8 അല്ലി മാത്രം എടുത്തിട്ട് ഇഞ്ചി കുത്തുന്ന കല്ലിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ട് അതിടാം. പിന്നെ നമ്മുടെ ഇഞ്ചിയില്ലേ, അത് ഒരു ഇഞ്ചല്ല, ഒരു 1/2 ഇഞ്ച് വലുപ്പത്തിൽ അതും കൂടെ എടുത്തിട്ട് ചതച്ച് ചേർക്കാം. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഇട്ടാലും മതി. പിന്നെ 2 പച്ചമുളകും 1 ടീസ്പൂൺ പൊടിയുപ്പും പിന്നെ 1 മുറി നമ്മുടെ ചെറുനാരങ്ങയില്ലേ, അത് കുരു കളഞ്ഞിട്ട് അതിപ്പോൾ ടീസ്പൂണ് കണക്കാണെങ്കിൽ 1 ടീസ്പൂൺ ചെറുനാരങ്ങ, അതായത് ലൈം ജ്യൂസ്, ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് ഈ ഒരു ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങും. പക്ഷേ കുക്കറിൽ വെക്കുന്നത് കൊണ്ട് റിസ്കിന് നിൽക്കണ്ട. ഒരു 1/4 ഗ്ലാസ് വെള്ളവും കൂടെ ഇട്ടതിന് ശേഷം ആദ്യം ഒന്നങ്ങ് ഹൈ ഫ്ലെയിമിലേക്ക് ഇടണം കേട്ടോ. കുറച്ച്, അതായത് ഏതാണ്ട് ഒരു 10 സെക്കൻഡ് ഹൈ ഫ്ലെയിമിലിട്ടതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് 6 വിസിൽ കൊണ്ടാണ് ഈ ഒരു നമ്മുടെ ബീഫ് നന്നായിട്ട് വെന്ത് കിട്ടിയത്. നല്ല മൂത്തതൊക്കെ ആണെങ്കിൽ 8 വിസിൽ വേണ്ടി വരും. ചിലപ്പം അവിടെ നിന്ന് തന്നെ കട്ട് ചെയ്യുമ്പോൾ അവർ പറയും ഇത് ഭയങ്കര ഇളം ബീഫാണെന്ന്. അങ്ങനെയാണെങ്കിൽ 6 ഒന്നും എടുക്കേണ്ടി വരില്ല. ഒരു 4 വിസിൽ കൊണ്ട് തന്നെ നമുക്ക് സെറ്റായി കിട്ടും. അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്തോളൂ കേട്ടോ. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇരുമ്പിൻ്റെ ചീൻചട്ടി ആയിരിക്കും ഏറ്റവും നല്ലത്. നമ്മുടെ കുക്കിങ്ങിൻ്റെ എല്ലാ വെസലും ഇരുമ്പാകുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇത് ഇരുമ്പിൻ്റെ ചീൻചട്ടിയിൽ ഇത് വരട്ടിയെടുക്കുമ്പോൾ നല്ല കറുപ്പ് കളർ കിട്ടുന്നു മാത്രമല്ല ടേസ്റ്റും കൂടുതലാണ്. പിന്നെ ഒറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, അതായത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൽ തന്നെ നമ്മൾ ഇങ്ങനെ വെക്കരുത്. പെട്ടെന്ന് തന്നെ അങ്ങ് പാത്രം മാറ്റിയാൽ മതി, അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ കൂടുതൽ ടേസ്റ്റ് അതിലേക്ക് മാറും. ഇരുമ്പ് ചീൻചട്ടിയിൽ വെക്കുമ്പോഴുള്ള ഗുണം അറിയാലോ, ഇരുമ്പിൻ്റെ അംശമൊക്കെ നമ്മുടെ ഫുഡിലേക്ക് വരും. അത് നല്ലതാണല്ലോ. പക്ഷേ അധിക സമയം ഓഫ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ആ ഒരു ടേസ്റ്റ് വരും. അതുകൊണ്ടാണ് അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. 3 ടേബിൾ സ്പൂണാണ്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് നമ്മുടെ തേങ്ങാക്കൊത്തില്ലേ, അതിട്ടിട്ട് ആദ്യം മൂപ്പിച്ചെടുക്കുക. ഇനിയിപ്പോൾ തേങ്ങാക്കൊത്ത് കടിക്കുന്നത് ഇഷ്ടമില്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം. പക്ഷേ ഇടയ്ക്കത് കടിക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് കൂടുതലായിട്ട് നമുക്ക് തോന്നുക. ചില ബീഫിൽ നല്ല നെയ്യുടെ അംശം നമുക്ക് കഴുകുമ്പോൾ തന്നെ മനസ്സിലാവും. അങ്ങനെയാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ മതിയാവും കേട്ടോ. അതിൻ്റെ നെയ്യും കൂടെ ഇറങ്ങി വരുമല്ലോ. വെളിച്ചെണ്ണയുടെ കാര്യമാണ് പറഞ്ഞത്, അതായത് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാക്കിയിട്ട് നമുക്ക് കുറക്കാം. അതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ചതച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അതിലേക്ക് ഇടുന്നു. അതായത് ഞാനിപ്പം 1 കുടം വെളുത്തുള്ളി എടുത്തിട്ട് അതിൽ 8 അല്ലി ആദ്യം എടുത്തു, ബാക്കിയെല്ലാം ഇപ്പോൾ ചേർത്തു. അതുപോലെ തന്നെ ഇഞ്ചി ഇനി ഒരു 1/2 കഷ്ണം, അതായത് 1/2 ഇഞ്ച് കഷ്ണത്തിൽ കനത്തിൽ മാത്രം എടുത്താൽ മതി. കൂടുതലാവേണ്ട, ഇഞ്ചി കുത്തുന്ന ഒരു ടേസ്റ്റ് വരും. പിന്നെ കുറഞ്ഞു പോകാനും പാടില്ല, കാരണം ഇതിലൊക്കെ ഈ ഒരു മസാലയുടെ ഫ്ലേവർ വരുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ചെറിയുള്ളിയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഒരു 30 ചെറിയുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. അതും കൂടെ ഇട്ടിട്ട് നന്നായി മൂപ്പിക്കുക. വേഗം മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂണാണ് ഉപ്പ് ചേർക്കുക. കാരണം നമ്മൾ ഓൾറെഡി ബീഫ് വേവിക്കുമ്പോൾ 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പം 1/2 ടീസ്പൂൺ ചേർത്തിട്ട് ബാക്കി നോക്കിയിട്ട് അവസാനം ചേർത്താൽ മതി. പിന്നെ 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഇടുക. എന്നിട്ട് നന്നായിട്ട് ഇതൊന്നങ്ങ് മൂപ്പിച്ചെടുക്കുക.
ആ സമയത്ത് ഇപ്പോഴത്തെ ഞാൻ പുട്ട് ചുടുന്നുണ്ട്. പിന്നെ പുട്ട് ചുടുമ്പം വാഴയില ഒന്ന് വാട്ടിയിട്ട്, അല്ലെ വാട്ടാതെ തന്നെ എടുക്കാം. അങ്ങനെ പുട്ട് അതിലിങ്ങനെ കവർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ആ ഒരു സ്മെല്ലും കൂടെ നമ്മുടെ പുട്ടിന് കിട്ടും. നല്ല ഒരു നാടൻ ടേസ്റ്റിൽ നമുക്ക് ഈ ഒരു പുട്ടും ബീഫും നമുക്ക് സെറ്റാക്കി എടുക്കാൻ പറ്റും. വാഴയിലയിൽ പൊതിയുമ്പം ചൂടോടെ പൊതിയണം, എങ്കിലേ ആ ഒരു ഇലയുടെ ഫ്ലേവർ മുഴുവൻ പുട്ടിലേക്ക് വരും. അതിൻ്റെ ഇടയിൽ ഞാനിത് കൂടെ ഇളക്കുന്നുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക്. പിന്നെ അതിന് ശേഷം നമ്മളിപ്പോൾ നന്നായിട്ട് ആ ഒരു ഉള്ളിയൊക്കെ മൂത്ത് കഴിഞ്ഞാൽ പിന്നെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇതിലേക്ക് ചേർക്കണം. ചെറിയുള്ളി നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ വഴറ്റിയതിന് ശേഷം മാത്രം മല്ലിപ്പൊടി ഇട്ടാൽ മതി കേട്ടോ. പൊടി ഇടുമ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ ആക്കാൻ മറക്കല്ലേ. ഇനി വീണ്ടും ഗരം മസാല ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഗരം മസാല വീണ്ടും ചേർക്കുന്നത്. ഇനിയിപ്പോൾ പെട്ടെന്ന് പൊടിച്ച ഗരം മസാലയൊക്കെ ആണെങ്കിൽ നിങ്ങൾ 1/2 ടീസ്പൂൺ ആക്കിയാൽ മതി കേട്ടോ. കാരണം ഫ്ലേവർ നന്നായിട്ടുണ്ടാകും. കുറച്ച് കാലം മുന്നേ പൊടിച്ച് വെച്ചതാണെങ്കിലാണ് 1 ടീസ്പൂൺ മതിയാവുമെന്ന് പറഞ്ഞത്. കാരണം കാലപ്പഴക്കം ചെല്ലും തോറും നമ്മുടെ ഗരം മസാലയുടെ ഫ്ലേവർ ഇങ്ങനെ കുറഞ്ഞു വരും. ഇനി അതില്ലെങ്കിൽ 1 ടീസ്പൂണ് നമ്മുടെ മീറ്റ് മസാലയില്ലേ അത് ചേർത്താലും മതി. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. കുരുമുളക് പൊടി ഇടുമ്പോൾ ക്യാമറ ഓൺ ചെയ്യാൻ മറന്നു പോയിട്ടുണ്ട്. നന്നായിട്ട് അതും കൂടെ ഒന്നങ്ങ് മൂത്തതിന് ശേഷം, അതായത് പച്ചക്കുത്തന് മാറിയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ബീഫിൻ്റെ മിക്സ് ഇല്ലേ അത് ഇതിലേക്ക് ഒഴിക്കുക. പിന്നെ വേറെ ഒന്നുമില്ല, ഇതിങ്ങനെ വരട്ടി എടുത്താൽ മാത്രം മതി. ഈ ഒരു സമയത്ത് ഉപ്പും പുളിയൊക്കെ കറക്റ്റാണെന്ന് നോക്കുക. ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം. പക്ഷേ ഇവിടെ എനിക്ക് എല്ലാം ഓക്കെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ബീഫ് വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ചീനച്ചട്ടിയിൽ നിന്നേക്ക് മാറ്റിയെടുക്കാം. പക്ഷേ നമ്മൾ ഇപ്പം തന്നെ കഴിക്കുന്നത് കൊണ്ട് വേറെ പാത്രത്തിലേക്കൊന്നും ഇട്ടിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, നല്ല ചൂടോടെ അപ്പം തന്നെ കഴിക്കാനുള്ള കൊതി കൊണ്ടാണ് ഇന്ന് തന്നെ വാങ്ങിയിട്ട് ഇത് അങ്ങാക്കിയത്. പിന്നെ ആദ്യം ഞാൻ ഉണ്ടാക്കിയിട്ട് എനിക്ക് സക്സസ് ആയതുകൊണ്ടാണ് രണ്ടാമത് ഉണ്ടാക്കുമ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഞാൻ വെറുതെ പറയുന്നതല്ല കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ നാടൻ ടേസ്റ്റിലൊരു ബീഫ് റോസ്റ്റ് കഴിക്കണം, അല്ലെങ്കിൽ ബീഫ് വരട്ടിയതൊക്കെ കഴിക്കണം എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം തന്നെയാണിത്. ഇത് പുട്ടിന് മാത്രമല്ല കേട്ടോ, ചപ്പാത്തി, പൊറോട്ട, ഇനിയിപ്പം ചോറിന് കൂടി നല്ല കോമ്പിനേഷനാണ്. പിന്നെ പുട്ടിന് ഇതിങ്ങനെ കുഴച്ചെടുക്കാൻ പറ്റുമോ എന്നുള്ള സംശയമൊന്നും വേണ്ട. കാരണം ഇതിൻ്റെ മസാലയെല്ലാം ബീഫിലിങ്ങനെ പെരണ്ടിട്ടാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരുപാട് മസാലയുണ്ട്. കാരണം വെള്ളമൊക്കെ ഇങ്ങനെ വറ്റി ഡ്രൈ ആയിട്ടാണെങ്കിലും മസാല ഇഷ്ടം പോലെ ബീഫിൽ പൊതിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പുട്ടിന് നന്നായിട്ട് ഇത് സോക്കല്ല കുഴച്ചെടുക്കാൻ പറ്റും. പിന്നെ ബീഫിൻ്റെ ടെക്സ്ചർ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ, നല്ല സോഫ്റ്റാണ്, പഞ്ഞി പോലെ. അതായത് അത് ആ വിസിലിൻ്റെ ഇത് തന്നെയാണ്. പിന്നെ മസാലയെല്ലാം ഉള്ളിലേക്ക് പിടിച്ചും വന്നിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും നമുക്ക് ധൈര്യത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണ്. ആദ്യം പറഞ്ഞതുപോലെ ബീഫ് ഇഷ്ടമില്ലെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് ഏത് ആഡ് ചെയ്തിട്ടും ചെയ്യാം. ചിക്കൻ ആണെങ്കിലും മട്ടൻ ആണെങ്കിലും എന്ത് വെച്ചിട്ടും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാം. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും, അതായത് നിങ്ങൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതും, അല്ലെങ്കിൽ എന്താണെങ്കിലും അറിയിക്കാൻ വിട്ടു പോവല്ലേ. അതുപോലെ തന്നെ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യാൻ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യാൻ വിട്ടുപോലെ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അല്ലേ. ഇതുവരെ കൂടെ നിൽക്കുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുവാണേ. താങ്ക്